ദൈവജനത്തിന് ദൈവത്തിൽ നിന്ന് കൃപയും സമാധാനവും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ലൈവ് ഇടാനുള്ള കാരണം എന്താണെന്ന് ആദ്യം പറയാം. ഈ ലൈവ് സമർപ്പിക്കുന്നത് ആർക്കാണെന്നും പറയാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ എൻ്റെ ചില സഹോദരിമാർ നഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ലോകത്ത് എവിടെയെങ്കിലും വെച്ച് നഴ്സിംഗ് ജോലി ചെയ്യുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഈ ഒരു ലൈവ് സമർപ്പിക്കുന്നു. ഇത് നിങ്ങൾക്കും ലോകത്തിലുള്ള സകല ജനത്തിനും ഉപകാരപ്രദമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ അടുത്ത നാളുകളിലായിട്ട് കേരളത്തിൽ നഴ്സ് സമരമാണ് എല്ലാവരുടെയും സംസാരം. ഈ സംസാരിക്കുമ്പോൾ ഞാനും നഴ്സും തമ്മിലുള്ള ബന്ധം ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. 2000 ആണ്ടിൽ ഞാൻ മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ മതങ്ങളും മതത്തിൻ്റെ തത്വങ്ങളും എന്ന വിഷയത്തിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുകയാണ്. കറസ്പോണ്ടൻസ് കോഴ്സ് ആയതുകൊണ്ട് എനിക്ക് കോണ്ടാക്ട് സെമിനാർ നാഗർകോവിലുള്ള ഹിന്ദു കോളേജിലാണ്, ചെട്ടിക്കുളത്തുള്ള ഹിന്ദു കോളേജ്. അപ്പോൾ അവിടെ താമസിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് തിട്ടുവിളയിൽ മുക്കടൽ ഡാമിനടുത്തുള്ള ശാന്തി ആശ്രമത്തിലാണ് താമസം. ശാന്തി ആശ്രമത്തിൽ നിന്നും നാഗർകോവിൽ പോകാനുള്ള ബസ് കിട്ടണമെങ്കിൽ 4 കിലോമീറ്റർ നടക്കണം. അപ്പോൾ രാവിലെ നടന്നു പോയി ബസ് കയറി കോളേജിൽ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്ത് വൈകുന്നേരം ബസ് ഇറങ്ങി 4 കിലോമീറ്റർ നടക്കും. ഒരു ദിവസം 8 കിലോമീറ്റർ. പൊതുവെ അന്ന് എൻ്റെ കയ്യിൽ കാശില്ല, കാരണം മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ടതാണല്ലോ, അറിയാമല്ലോ, ഇസ്ലാം മതത്തിൽ നിന്ന് വന്നതുകൊണ്ട്. എവിടെയെങ്കിലും വചനം പറയാൻ പോയാൽ അന്ന് 200 രൂപ 300 രൂപ കിട്ടും. അത് ഒരു മാസം ഓടണം. അതുകൊണ്ട് ഒരു ദിവസം ഞാൻ ക്ലാസ്സിന് പോകുമ്പോൾ ആശ്രമത്തിൽ നിന്ന് രാവിലെ കഞ്ഞി ആയതുകൊണ്ട് ഉച്ചക്ക് അത് കൊണ്ടുപോകാൻ മടിച്ചു. ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പായി, താങ്ങാൻ പറ്റാത്ത വിശപ്പ്. കുറേ വെള്ളം കുടിച്ച് വയറൊക്കെ നിറച്ചു. എന്നിട്ട് ബസ് ഇറങ്ങിയിട്ട് 4 കിലോമീറ്റർ നടക്കണം. വിശപ്പ് കൊണ്ടും ക്ഷീണം കൊണ്ടും നടക്കാൻ പറ്റില്ല. തൊട്ടടുത്ത് കണ്ട ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞാൻ കടം ചോദിച്ചു ഫുഡ്. അയാളൊരു മുസ്ലിം ആയിരുന്നു. എന്നോട് വലിയ വൈരാഗ്യം ഉണ്ടായിരുന്നു. എന്ത് ചെയ്തെന്നറിയില്ല. അയാളൊരു ബിരിയാണി തന്നു. അത് കഴിച്ച് ഇച്ചിരി നടന്നതും ഛർദ്ദിക്കാൻ തുടങ്ങി. ഇച്ചിരി ബ്ലഡ് സ്റ്റെയിനോടെ ഛർദ്ദിച്ചു. അവിടെ തന്നെ ലൂസ് മോഷനായി റോട്ടിൽ ഞാൻ വീണു. അതിലെ പാസ് ചെയ്ത അതേ ആശ്രമത്തിലെ സന്യാസി ബൈക്കിൽ എന്നെ ഇരുദയംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. നാഗർകോവിൽ ഇന്നും ആ ഹോസ്പിറ്റലുണ്ട്. 14 ദിവസം ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്നു. കിടക്കുമ്പോൾ എനിക്ക് ബോധമുണ്ടെങ്കിലും ലൂസ് മോഷൻ എനിക്ക് സെൻസ് ഇല്ലാണ്ട് പോകും, കിടന്നെടുത്ത് പോകും. അന്ന് എനിക്ക് അപ്പനില്ല, അമ്മയില്ല, ചേട്ടാനിമാരില്ല, ഭാര്യയില്ല, മക്കളില്ല. ഈ സന്യാസി അവിടെ അഡ്മിറ്റ് ചെയ്തു, അവർ പോവുകയും ചെയ്തു. ഡെയിലി ഒരു ട്രിപ്പ് വന്ന് നോക്കിയേച്ച് പോകും. ഈ കിടന്ന കിടപ്പിൽ മോശം പോയി കഴിയുമ്പോൾ ഭയങ്കര സ്മെല്ലാണ്. എൻ്റെതാണെന്ന് എനിക്കറിയാം. വേദനയോടെ ഞാൻ നോക്കി നിൽക്കുമ്പോൾ പല നഴ്സുമാരും മൂക്കൂത്തി പോകും, പലരും എന്നെ തെറി വിളിക്കും, പലരും അവിടെ ഇവിടെ മാറി എന്ന് പറയും. പക്ഷേ ഒരു പെങ്കൊച്ച്, വിജില ജപമല്ലർ എന്നാണ് പേര്, വിജില ജപമല്ലർ. ആ പെങ്കൊച്ച് മാത്രം വന്ന് എന്നെ പതുക്കെ മാറ്റി ആ തുണി എടുത്ത് കൊണ്ടുപോയി കഴുകി അത് പിഴിഞ്ഞു കൊണ്ടുവന്ന് നോക്കും, വേറൊരു മുണ്ടെടുത്ത് തരും. ഞാൻ ഈ ടോക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ വിജില ഇന്ന് ഭൂമിയിൽ എവിടെയാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല. എവിടെയെങ്കിലും ഈ വിജില ജപമല്ലർ ഉണ്ട്. ഇത് കേൾക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ദീർഘായുസോടെ ഇരിക്കണം, നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം. ഞാൻ ഒരിക്കലും മറക്കില്ല ഈ ഒരു അനുഭവം. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പലപ്പോഴും അമ്മയേക്കാൾ അധികം മനുഷ്യർ സ്നേഹം അനുഭവിക്കേണ്ടി വരുന്നത് രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ നഴ്സുമാരിൽ നിന്ന്. അതുകൊണ്ട് നഴ്സുമാരെ വെറും നഴ്സുമാർ എന്ന് മാത്രം വിളിച്ച് തള്ളിക്കളയാൻ എനിക്ക് താല്പര്യമില്ല. ഇങ്ങനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നതാണ് എൻ്റെ നഴ്സുമാരായ സഹോദരിമാരെ, സഹോദരങ്ങളെ. ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ അനുഭവിക്കുന്ന വേദന എൻ്റെയും വേദനയായിട്ട് ഞാൻ കാണുന്നു. ഗവൺമെന്റിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെതായാലും സെൻട്രൽ ഗവൺമെന്റിൻ്റെതായാലും ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് ന്യായമായ ശമ്പളം കൊടുക്കുന്നു എന്നാണ് എൻ്റെ അറിവ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്നാൽ പ്രൈവറ്റ് ഫേമിൽ നടത്തുന്ന ഹോസ്പിറ്റലുകൾ, അത് ഏറ്റവും കൂടുതൽ ക്രിസ്തീയ സ്ഥാപനങ്ങളാണ്, പല സഭകളുടേതായി. അത് കൂടാണ്ട് ഹിന്ദുക്കളുടേതുണ്ട്, മുസ്ലിം മാനേജ്മെന്റ് ഉണ്ട്, പലതും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പ്രൈവറ്റ് ഫേമിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ ശരിക്കും വേദനിക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായി അറിയാം. കാരണം ഒരുപക്ഷെ നിങ്ങൾ വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ പെട്രോളിനുള്ള കാശ് പോലും തികയുന്നുണ്ടാവില്ല ഈ 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ. ഇന്ന് 10,000 രൂപയും കൊണ്ട് മാർക്കറ്റിൽ പോയാൽ ഒരാഴ്ചത്തേക്ക് കഴിക്കാനുള്ള ആഹാരം പോലും നമുക്ക് വാങ്ങാൻ പറ്റാത്ത സാഹചര്യം നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്ക് വ്യക്തമായി അറിയാം.
പ്രത്യേകിച്ച് കുറേ എൻ്റെ കൂട്ടുകാരികളായ നഴ്സുമാരും കൂട്ടുകാരന്മാരായ നഴ്സുമാരും വൈദികർ ഒരുപാട് കുറ്റപ്പെടുത്തി ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ എഴുതി എന്നോടും ഫോണിൽ സംസാരിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ലൈവ് റെക്കോർഡ് ചെയ്യണമെന്ന് തോന്നിയത്. ഞാൻ എൻ്റെ പെങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നത് രൂപതയുടെ ഒരു ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു കോൺഗ്രിഗേഷൻ്റെ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ ന്യായമായ വേതനം നിങ്ങൾക്ക് വൈദികർ തരുന്നില്ല എന്നതാണ് നിങ്ങളുടെ പരാതി. ഇത് ഇങ്ങനെ പരസ്യമാക്കിയത് കൊണ്ടും പരസ്യമായി കുറ്റപ്പെടുത്തിയത് കൊണ്ടും നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്നോ സഭക്ക് ഗുണമുണ്ടാകുന്നോ ഒന്ന് ആലോചിക്കുക. 2, ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചോട്ടെ. ഒരു രൂപതയുടെ ഹോസ്പിറ്റലിൽ നിങ്ങൾ ജോലി ചെയ്യുന്നു. നിങ്ങൾക്ക് വേതനം നിങ്ങൾ ആഗ്രഹിക്കുന്ന 25,000 50,000 തരാതെ ആ ഹോസ്പിറ്റൽ നടത്തുന്നു. അങ്ങനെ ഇവർ പിശിക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കുന്ന ഒരു വൈദികൻ. ഈ വൈദികന് ട്രാൻസ്ഫർ കിട്ടുമ്പോൾ അദ്ദേഹം നിങ്ങളിൽ നിന്ന് ഞെക്കിപ്പിഴിഞ്ഞുണ്ടാക്കിയ സ്വത്തൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമോ? ആലോചിക്കാൻ വേണ്ടി പറയാം. ഇനി ഇരിക്കട്ടെ, അത് ബിഷപ്പാണെന്ന് വിചാരിക്കും. എല്ലാം ബിഷപ്പ് ഉണ്ടാക്കുന്ന രൂപത ഉണ്ടാകും. ബിഷപ്പ് നാളെ അങ്ങ് മരിച്ചുപോയി. ഈ സ്വത്തിന്റെ അവകാശികൾ, ഈ ഹോസ്പിറ്റലിന്റെ അവകാശിയായിട്ട് ബിഷപ്പിന്റെ പപ്പയുടെ ബന്ധുക്കൾ വരുമോ, അമ്മയുടെ ബന്ധുക്കൾ വരുമോ, ചേട്ടാനിച്ചന്മാർ വരുമോ? ലോകത്ത് ഒരുപാട് പ്രൈവറ്റ് ഫേം ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിലും അവരെല്ലാം അവരവർക്ക് വേണ്ടി സമ്പത്ത് സ്വരൂപിക്കുമ്പോൾ കത്തോലിക്ക സഭയുടെ സമ്പത്ത് എന്നും പൊതുജനത്തിന് വേണ്ടിയാണെന്ന് എനിക്ക് തോന്നിയത്. എന്നും പറഞ്ഞ് എനിക്ക് ഓടിക്കേറിയിട്ട് ഇത് എന്റെ സ്വത്താന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ സഭയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്ന വൈദികരാരും ഇത് കട്ടുകൊണ്ട് പോകാൻ പോണില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ആശ്വാസം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. പരസ്യമായി കുറ്റപ്പെടുത്തുമ്പോഴും അവരിലുള്ള നന്മ കാണാൻ നമുക്ക് സാധിക്കണം. 2ാമത് എനിക്ക് തിരുസഭയോട് തന്നെയാണ് സംസാരിക്കാനുള്ളത്. അത് ലാറ്റിൻ, സീറോ മലബാർ, സീറോ മലങ്കര, യാക്കോബൈറ്റ്സ്, ഓർത്തഡോക്സ്, മാർത്തോമൈറ്റ്സ്, പ്രിസ്ബിറ്റേറിയൻ, മെത്തഡിസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, ലൂതറൻസ് എന്ന് വേണ്ട ലോകത്തിലുള്ള എല്ലാ സഭകളോടുമാണ് പറയാനുള്ളത്. സഭയുടെ നേതാക്കന്മാരോടാണ് പറയാനുള്ളത്. കാരുണ്യ പ്രവൃത്തിയുടെ മഹത്വം നഴ്സുമാരോട് അവർ പഠിക്കാൻ വരുന്ന കാലം മുതലേ പറഞ്ഞ് കാരുണ്യ പ്രവൃത്തിയാണ് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞ് അവരുടെ വേതനത്തെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് തിരുത്തേണ്ട സമയമായി. ദൈവത്തിന് ഒരുപാട് സ്വത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുത്തത് കൊണ്ട് ദൈവം തൃപ്തിപ്പെടുമെന്നത് വെറും തെറ്റിദ്ധാരണയാണ്. ഞാനൊരു വൈദികൻ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു ഉപദേശി, ഞാൻ എൻ്റെ നാട്ടിൽ ഒരു വലിയ മെഡിക്കൽ കോളേജ് അങ്ങ് തീർത്തത് കൊണ്ട് ദൈവം തൃപ്തിപ്പെടും എന്ന് മാത്രം ചിന്തിക്കരുത്. അഫ്കോഴ്സ് ദൈവത്തിന് ഇഷ്ടമാണ് ആതുരസേവനം, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ ഈ ആതുരസേവനം ചെയ്യുന്നവരെ വേദനിപ്പിച്ചുകൊണ്ട് ആതുരസേവനം ചെയ്തതുകൊണ്ട് വലിയ പുണ്യമുണ്ടോ? അതുകൊണ്ട് അർഹതപ്പെട്ട വേതനം നഴ്സുമാർക്ക് നൽകാൻ നമ്മളെല്ലാം തയ്യാറായേ പറ്റൂ. തൃശ്ശൂർ ജില്ലയിൽ ഒരു ഹോസ്പിറ്റലിൽ അടുത്തിടയ്ക്ക് അത് കാണിച്ചത് ഫേസ്ബുക്കിൽ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒത്തിരി സന്തോഷം തോന്നി. ഇപ്പൊ 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, സമ്പത്ത് ഇവരാരും കട്ടുകൊണ്ടുപോകുന്നതല്ല, സഭയുടെ സ്ഥാപനങ്ങളാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവരെ ചൂഷണം ചെയ്യാനും പാടില്ല. 3ാമത്, എൻ്റെ പെങ്ങന്മാര്, എൻ്റെ സഹോദരങ്ങളായ നഴ്സുമാർക്ക് കുറച്ച് ടിപ്പുകൾ തരാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ടിപ്പുകൾ ശ്രദ്ധിച്ച് കേൾക്കണേ. കേട്ടാൽ മാത്രം പോരാ. ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഗുണം ചെയ്താൽ നിങ്ങളുടെ കൂട്ടുകാരികൾക്ക്, നിങ്ങളുടെ കൂട്ടുകാരന്മാർക്ക് വേണ്ടി നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം. ഇത് വൈറലാക്കി നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് നിങ്ങൾ എത്തിക്കണം. 1, പോയിന്റ് നമ്പർ 1, ഈ നഴ്സിംഗ് എന്നത് പ്രകൃതിയിലെ മനുഷ്യനിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവമാണ്. ആദ്യം അതറിയാം. എന്ന് പറഞ്ഞാൽ ഒരു നായ് രോഗിയായി കിടക്കുന്നുണ്ട്, വേറൊരു നായ് പോയി സഹായിക്കുന്നത് നമ്മൾ കാണും. ഈ അടുത്തിടക്ക് വൈറലായത് കണ്ടായിരുന്നോ? ഒരു മീന് കടലിന്റെ കരയിൽ പെട്ടുപോയി, ഒരു നായ് പോയിട്ട് വെള്ളം തട്ടി ആ മീനിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട് സാധിച്ചു? നിങ്ങൾ എവിടെ നോക്കിയാലും പ്രകൃതിയിൽ എല്ലാത്തിനും വേറൊന്നിനോട് വാത്സല്യം, കരുണ, കരുതൽ കാണും. മനുഷ്യർക്കും അതുണ്ട്. ഇപ്പൊ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കുഞ്ഞു റോട്ടിൽ കരയുന്ന കണ്ടു കഴിഞ്ഞാൽ അയ്യോ എന്നും പറഞ്ഞ് എനിക്കൊരു കരുണ തോന്നും. പോയി എടുത്ത് സഹായിക്കാൻ ചിലപ്പോൾ പേടിയായിരിക്കും. കാരണം ഇപ്പൊ പോയി എടുത്ത് സഹായിച്ച ഉടനെ പോലീസായി, കോടതിയായി, പിന്നെ അതിന്റെ പുറകെ നടക്കണം. വേദനയുണ്ട്. നമ്മുടെ നാട് അങ്ങനെ ആയിപ്പോയി. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നഴ്സിംഗ് കെയർ എനിക്കും ഉണ്ട്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും പ്രകൃതിയിലെ ഉള്ളതാണ് ഈ സ്വഭാവം എന്ന് ആദ്യത്തെ പോയിന്റായിട്ട് നിങ്ങൾ അറിയാം. അതുകൊണ്ട് നഴ്സുമാര് വെള്ളം ഉടുപ്പിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർ മാത്രമല്ല, എല്ലാ മനുഷ്യരും നഴ്സുമാരാണ്. ആദ്യം ആ ഒരു ബോധ്യം ഉണ്ടാകുക. 2, നഴ്സായി ജോലി ചെയ്യാൻ തീരുമാനിച്ച് പഠിച്ച് ജോലി എടുക്കുന്നവർ അവരുടെ ഉദ്ദേശം ശുദ്ധി വരുത്തുക. ഇസ്ലാമിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ നമ്മൾ ഈ കൈ കെട്ടുമ്പോൾ നീയത്ത് എന്ന് പറയും. നീയത്തുണ്ട്. നീയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതല്ല, ആ ചെയ്യുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നുള്ളതാണ്. മാരിയോ ഇപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു എന്നതല്ല, ഇതിന്റെ ലക്ഷ്യം എന്താണ് എന്നറിയണം.
എന്തിനും ഒരു ലക്ഷ്യമുണ്ട്. അപ്പൊ നിങ്ങൾ നഴ്സായി മാറുന്നു, ശമ്പളം വാങ്ങുന്നു, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത് മാത്രമല്ല, അതിന്റെ ലക്ഷ്യം ശുദ്ധമായിരിക്കണം. എപ്പോഴും ഓരോ നഴ്സിന്റെയും ലക്ഷ്യം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നായിരിക്കണം. നിങ്ങളുടെ മുമ്പിൽ എത്തിപ്പെടുന്ന ഓരോ രോഗികളും പൂർണ്ണ പരിചരണത്തില് സൗഖ്യപ്പെടണം എന്നതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. മൂന്നാമത്തെ പോയിന്റ്, ഒരിക്കലും നിങ്ങൾ ടാസ്ക് ഓറിയന്റഡ് ആവരുത്, പീപ്പിൾ ഓറിയന്റഡ് ആവണം. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിങ്ങൾക്കൊരു ഡ്യൂട്ടി അസൈൻ ചെയ്ത് രാവിലെ അങ്ങോട്ട് തരും. ആ ഡ്യൂട്ടിയിൽ ചിലപ്പോൾ ഒരു 10ഓ 20ഓ പേഷ്യന്റിനെ നോക്കുന്ന ഒരു വാർഡിലേക്കൊക്കെ ഇട്ട് തരിക. നിങ്ങൾ ഈ 10 എണ്ണത്തെയും നോക്കാൻ ഓടിച്ചെല്ലുമ്പോൾ ഒരാളെ പോലും നന്നായി പരിചരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലാണ്ട് വരും. ആ മാനേജ്മെന്റിന് അത് നോക്കേണ്ട കാശ് മാത്രം മതി. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടാവണം, മാനേജ്മെന്റ് എന്തൊക്കെ പറഞ്ഞാലും എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാലും ഞാൻ ഒരു രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കണം. 10 എണ്ണത്തെ ഒന്നിച്ച് ശുശ്രൂഷിച്ച് എല്ലാം കൂടെ കൊളവാക്കാൻ എന്നെ കിട്ടില്ല. ഐ വിൽ ബി പീപ്പിൾ ഓറിയന്റഡ് നഴ്സ്. ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ വരുന്ന രോഗിക്കായിരിക്കും പരിഗണന ആദ്യം നൽകുക എന്ന ബോധ്യമാണ് മൂന്നാമത് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. നാലാമത്തെ പോയിന്റ്, ഓരോ നഴ്സുമാരും അഡ്വാൻസ്ഡ് ആയിരിക്കണം. കാരണം ടെക്നോളജി വളരുന്നത് കൊണ്ടും നഴ്സിംഗിന്റെ പാഠം പുതിയത് ഇങ്ങനെ ഓരോ ദിവസം ഇറങ്ങി വരുന്നത് കൊണ്ടും ക്യൂരിയോസിറ്റിയോടെ നഴ്സിംഗ് വിഷയത്തിൽ നിങ്ങൾക്ക് അറിവില്ലാത്തത് ചോദിച്ച് പഠിച്ച് വളരാൻ നിങ്ങൾക്ക് സാധിക്കണം. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ നഴ്സും അവരവർക്ക് നഴ്സായി മാറണം. നിങ്ങൾ നിങ്ങളുടെ നഴ്സിംഗ് ശുശ്രൂഷ പൂർത്തിയാക്കാതെ ബാക്കിയുള്ളവർക്ക് നഴ്സിംഗ് ശുശ്രൂഷ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ എന്താ സംഭവിക്കണേ? സമ്പത്ത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടും മാനേജ്മെന്റിന്റെ സമ്മർദ്ദം കൊണ്ടും ചിലപ്പോൾ കുളിക്കാണ്ട് തന്നെ രാവിലെ നിങ്ങൾ ഓടി സമയത്തെത്താനുള്ള ഓട്ടമായിരിക്കും. സ്വന്തം നഴ്സിംഗ് നടത്താണ്ട് ബാക്കിയുള്ളവർക്ക് നഴ്സിംഗ് നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അതിന് സമയം കണ്ടെത്തണം എന്നുള്ളത് ഉറച്ച് നിങ്ങൾ തീരുമാനിക്കണം. ആറാമത്തെ പോയിന്റ്, എന്നെ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു നഴ്സിന് ആ ജോലിയോടൊരു താല്പര്യക്കുറവുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്ന് കണ്ടെത്തണം. അത് കുടുംബത്തിൽ നിന്ന് നിങ്ങൾ എഞ്ചിനീയർ ആവണമെന്നൊക്കെ വിചാരിച്ചതാ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് പറ്റാണ്ട് പോയതാ, നിങ്ങൾ BSc പഠിക്കണമെന്ന് വിചാരിച്ചത് GNM ആയിപ്പോയി, GNM പഠിക്കണമെന്ന് വിചാരിച്ചത് ANM ആയിപ്പോയി. ആകെ വിഷമവും ദുഃഖവും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടെന്ന് കണ്ടെത്തുക. എന്നിട്ട് ദൈവത്തോട് മാപ്പ് പറഞ്ഞ് നിങ്ങളത് മുന്നോട്ട് പോകാൻ നോക്കുക. പറ്റില്ലെങ്കിൽ ആ ജോലി കംപ്ലീറ്റ് വിട്ടുകളെ. ഇഷ്ടമില്ലാണ്ട് ഈ ജോലിക്ക് നിന്നാൽ രോഗികളുടെ എണ്ണം കൂടുകയല്ലാണ്ട് ഒരു രോഗിക്കും ഗുണമുണ്ടാവില്ല. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്യാം. ഇനി ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് നല്ലൊരു മെന്ററെ കണ്ടെത്തുക. സീനിയർ ആയ ഒരു നഴ്സിനെ, നല്ല ഒരു നഴ്സിനെ നിങ്ങൾ കണ്ടെത്തി അവരുമായിട്ട് കൂട്ടുകൂടി അവരോട് വിഷമങ്ങൾ പങ്കിട്ട് എന്നിട്ട് ഈ ജോലിയിലേക്ക് പൂർവാധികം മനഃശക്തിയോടെ വരാനുള്ള ട്രെയിനിങ് ആർജിച്ചു കൊണ്ടിരിക്കാൻ നിങ്ങൾ മടിക്കരുത്. എട്ടാമത്തെ പോയിന്റാണ് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. 8, ഒരു പേഷ്യന്റിന്റെ അടുത്ത് ഒരു നഴ്സ് എങ്ങനെ പെരുമാറണം എന്നതാണ് 8 മുതൽ 14 വരെ പഠിപ്പിക്കാൻ പോകുന്ന പോയിന്റ്. ശ്രദ്ധിച്ച് കേൾക്കണേ. 8, ഒരു രോഗിയെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ, ഇപ്പൊ ഒരു വാർഡിൽ 10-20 രോഗിയുണ്ട്, ഒരു രോഗിയെ നമ്മൾ ശുശ്രൂഷിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ അപ്പൊ ആ രോഗി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ബാക്കിയെല്ലാം മനസ്സിൽ നിന്ന് കളയണം. ICUവിലുള്ള ഡോക്ടറിനോടുള്ള വൈരാഗ്യം കളയണം. അവിടെയുള്ള ഡോക്ടർമാർ നോണ്ടി വേദനിപ്പിച്ചത് മറന്നു കളയണം. നിങ്ങളെ സ്നേഹിച്ച് പറ്റിച്ച പയ്യന്റെ കാര്യം നിങ്ങൾ മറന്നു കളയണം. മുഴുവനും മറന്ന് ഈ ഒരു രോഗി മാത്രം നിങ്ങളുടെ മനസ്സിലായി മാറണം ആ ഒരു നിമിഷം. 2, ഓരോ രോഗിയുടെയും പേര് പഠിച്ചു വെക്കണം. എന്നിട്ട് രോഗീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചേട്ടാ, ചേച്ചി, അങ്കിളെ, ആന്റി എന്ന് വിളിക്കുന്നതിന് പകരം മിസ്റ്റർ മാരിയോ സാറ്, അല്ലെങ്കിൽ ജിജി മാഡം. ഒരു ഉദാഹരണം പറഞ്ഞു തരാണ്. നിങ്ങൾ ഒരു പേഷ്യൻ്റായിട്ട് വന്ന് കിടക്കുമ്പോൾ നിങ്ങൾ അവരുടെ പേര് വിളിച്ച് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നതാണ് നല്ലത്. മാർട്ടിൻ സർ, ശശിധരൻ സർ, അല്ലേ? അല്ലാതെ നമ്മൾ തോന്നിയതുപോലെ വിളിക്കരുത്. മാക്സിമം പേഷ്യന്റിന് റെസ്പെക്ട് കൊടുത്തുകൊണ്ട് പേര് ചേർത്ത് വിളിക്കാൻ നിങ്ങൾ പഠിക്കുക. 10ാമത്തെ പോയിന്റ്, ഒരു രോഗിയുടെ മുമ്പിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. എന്തിനാ കണ്ണിൽ നോക്കുന്നേ? കണ്ണിൽ നിന്ന് കരുണ, ദയ, സ്നേഹം, വാത്സല്യം ഒക്കെ പുറപ്പെടും. അപ്പൊ ഒരു രോഗിയുടെ മുമ്പിൽ നിങ്ങൾ ചെന്ന് ഒരുപക്ഷെ ജീവിക്കോ മരിക്കോ എന്നറിയാതെ വെപ്രാളപ്പെട്ട് ICU കിടക്കുന്ന രോഗിയാണെങ്കിൽ പോലും നിങ്ങൾ അവരുടെ കണ്ണിലേക്ക് തുറിച്ച് സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഒന്ന് നോക്കുമ്പോൾ തന്നെ പകുതി രോഗം സുഖപ്പെടും. കാരണം കണ്ണിൽ നിന്ന് പുറപ്പെടും. അതുകൊണ്ട് രോഗികളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആകാശത്ത് നോക്കി, അവിടെ നോക്കി, കൂട്ടുകാരോട് സംസാരിച്ച് അത് മാന്തി ഇത് മാന്തി സംസാരിക്കുന്നതിന് പകരം അല്പം അറ്റൻഷൻ രോഗിക്ക് കൊടുത്ത് സംസാരിക്കാൻ പഠിക്കുക.
11ാമത്തെ പോയിന്റ്, ഒരു രോഗിയുടെ അടുത്ത് നിങ്ങൾ ചെന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഇപ്പൊ ഡ്രസ്സിങ്ങിനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ഡ്രസ്സിങ് എന്താണെന്ന് രോഗിയോട് പറഞ്ഞു കൊടുക്കുക. ഇത്ര നേരം എടുക്കും, മരുന്നൊഴിക്കും, ഇത്ര വേദനിക്കും, പക്ഷെ ഇത്ര സമയം കൊണ്ട് ഇത് ഗുണമുണ്ടാകും പറഞ്ഞു കൊടുക്കണം. ഒരു ഗുളിക കൊടുക്കും, ഇത് എന്തിനുള്ളതാണ്, ഇതുകൊണ്ടുള്ള ഗുണം എന്ത്, ദോഷം എന്ത്, ഇത്ര നേരം എടുക്കും. ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അത് എവിടെ വെക്കണം, എങ്ങനെ, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കാൻ ഓരോ നഴ്സിനും സാധിക്കുന്നത് രോഗിക്ക് ഭയങ്കര ആശ്വാസമാണ്. സൗഖ്യം വേഗത്തിൽ ഉണ്ടാകും എന്നത് മറക്കണ്ട. 12ാമത്തെ പോയിന്റ്, നിങ്ങൾ ആ രോഗിയെ ശുശ്രൂഷിച്ചിറങ്ങി പോകുമ്പോൾ ഇനിയും രോഗിക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചോദിക്കണം. ചില രോഗികൾ മറന്നു അടുത്ത ആവശ്യം എന്താണെന്ന്. പക്ഷെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ്, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണം പോകാൻ. മാത്രമല്ല, പോകുന്നതിന്റെ മുമ്പ് നിങ്ങൾ 13ാമത്തെ പോയിന്റ് എടുക്കണം. എപ്പോൾ നിങ്ങൾ തിരിച്ച് രോഗിയെടുത്ത് വരും എന്ന് പറയണം. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, അല്ല അടുത്ത രോഗിയെ നോക്കാൻ പോകുന്നു, ഇല്ലെങ്കിൽ ഒരു കേസ് തിയേറ്ററിലുണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പം നിങ്ങൾ രോഗിയോട് പറയണം, ഞാൻ ഇത്ര നേരത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കേണ്ടത് ഇന്ന നമ്പറിലാണ്, അല്ലെങ്കിൽ ഇന്നതുപോലെയാണ് എന്ന് കാര്യങ്ങൾ ബൈസ്റ്റാൻഡറിനോ രോഗിയോടോ പറയാൻ നമുക്ക് സാധിക്കണം. 14ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഓരോ നഴ്സും രോഗിയുടെ പ്രൈവസി മാക്സിമം സൂക്ഷിക്കണം. ഇതെന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാൻ എറണാകുളം ജില്ലയിലുള്ള ഒരു ഹോസ്പിറ്റലിന്റെ പേര് പറയില്ല, കാരണം ഞാൻ ഒരു ഹോസ്പിറ്റലിലെ കുറ്റം പറയുന്നത് പോലെ ആയിപ്പോകും. രൂപതയുടെ തന്നെ ഒരു ഹോസ്പിറ്റലാണ്. ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ ഒരു റിസൾട്ട്, ഒരു രോഗിയുടെ ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ഒരു നഴ്സ് പരസ്യമായിട്ട് അതങ്ങ് പറഞ്ഞു. അത് ആ രോഗീനെ വല്ലാണ്ട് വേദനിപ്പിച്ചു. എന്നിട്ട് ആ നഴ്സ് പോയപ്പോൾ എന്നോട് പറയാണ്, സാറ് കോട്ടയിലൊക്കെ ഉള്ളതല്ലേ, സാറിങ്ങനെ ക്ലാസ് എടുക്കുന്നതല്ലേ, സാറും ക്രിസ്ത്യാനിയല്ലേ, ഇത് നഴ്സ് ചെയ്യാവോ എന്ന് ചോദിച്ചു. അതെന്റെ മനസ്സിന് വേദനിപ്പിച്ചു. അന്ന് മുതലേ ഉള്ള ഒരു ചിന്തയാണ്, ഇത് പബ്ലിക്കായിട്ട് എനിക്കൊന്ന് അപ്ലോഡ് ചെയ്യണമെന്ന്. ഞാൻ തുറന്ന് എൻ്റെ കൂട്ടുകാരികളോട് പറയുന്നു, നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും രോഗിയുടെ പ്രൈവസിയെ പരസ്യമാക്കാൻ അനുവാദമില്ല. അത് റിസൾട്ട് ആകാം, അവരുടെ കുടുംബകാരിയാകാം, അവരുടെ പ്രശ്നങ്ങളാകാം. അത് നിങ്ങൾ തമ്മിൽ പരസ്പരം നഴ്സുമാർ തമ്മിൽ ഷെയർ ചെയ്യുന്നത് രോഗിയുടെ മുമ്പിലാവരുത്, രോഗിയുടെ ബന്ധുക്കളുടെ മുമ്പിലാവരുത്. പ്രൈവസി മാക്സിമം സൂക്ഷിക്കുക. ഏതായാലും ഈ ലൈവ് വീഡിയോ നിർത്തുന്നതിന്റെ മുമ്പ് ലോകത്തിൽ നിന്ന് എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരു നഴ്സിംഗ് പ്രൊഫഷനുള്ള ആള് ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കണം. ഈ 14 പോയിന്റും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കൂട്ടത്തിൽ ഞാനും ഒരു നഴ്സാണ്. ബൈ നേച്ചർ നമ്മളിലെല്ലാം ഒരു നഴ്സ് ഒളിച്ചിരിപ്പുണ്ട്. ആ നഴ്സിനെ ചൂഷണം ചെയ്യാൻ നമ്മൾ ആരെയും അനുവദിക്കരുത്. എന്നാൽ മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ നഴ്സിംഗ് വെളിച്ചം കെട്ടുപോകാൻ ഇടയാവുകയും ചെയ്യരുത്. നമ്മളുടെ സ്ട്രൈക്ക് മൂലം ഒരു രോഗിയും കഷ്ടപ്പെടരുത്. നമുക്ക് ശമ്പളം വേണം എന്നത് മൂലം നമ്മൾ ഒരു വൈദികരെയും വേദനിപ്പിക്കേണ്ട, ഒരു സഭയിലെ നേതാക്കളെയും വേദനിപ്പിക്കേണ്ട, ഒരു മതവിശ്വാസികളെയും വേദനിപ്പിക്കേണ്ട. സ്ട്രൈക്ക് നടത്തിക്കോളൂ, നമ്മുടെ അവകാശങ്ങൾ വാങ്ങിയെടുത്തോളൂ. അത് സ്വയം നശിച്ചും മറ്റുള്ളവരെ നശിപ്പിച്ചും ആകാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥന. നിങ്ങൾക്ക് വേദനിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കൂട്ടുകാരനോട് ക്ഷമിക്കണം. സർവശക്തനായ ദൈവത്തിന്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.